അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു സാൻഡ്വിച്ച് കഴിക്കണമെന്ന് തോന്നിയപ്പോൾ പിന്നെ ഓർത്തു അതങ്ങ് ഉണ്ടാക്കി കഴിക്കാമെന്ന്. കാരണം ഓർഡറാക്കി കഴിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ഹോം മെയ്ഡ് ആയിട്ടുള്ള സാൻഡ്വിച്ച് കഴിക്കാനാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ അതിന് പറ്റിയതുണ്ടായിരുന്നു. നമ്മുടെ സവാളയും തക്കാളിയും ക്യാരറ്റും പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു മേമ്പൊടിക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട വറുത്തതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തേ. അപ്പോഴേക്കും നമ്മുടെ സാൻഡ്വിച്ചിനുള്ള മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതല്ല സാൻഡ്വിച്ചിൻ്റെ മിക്സ്. ഇതിന് വേണ്ടിയിട്ടൊരു മെയിൻ ഐറ്റം ഉണ്ടല്ലോ, അതും കൂടെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് 2-3 മുട്ട എടുത്ത് പുഴുങ്ങിയത്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും ഇത്തിരി കുരുമുളക് പൊടി, ഒരു നാരങ്ങയുടെ ഒരു ചെറിയ ഇത്തിരി ഇട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങ് അടിച്ചപ്പോഴേക്കും നമ്മുടെ മയോണൈസും റെഡിയായി. പിന്നെ അത് ഇതിനകത്തേക്ക് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തേ. അപ്പം എങ്ങനെയായാലും നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അത് എത്രത്തോളം മിക്സ് ആയിട്ട് വരുന്നു അത്രത്തോളം ടേസ്റ്റും കൂടുതലായിരിക്കും. കുറച്ച് എരിവ് കുറവെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തേ. പിന്നെ ബ്രെഡും ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ മിക്സ് അതിനകത്തേക്ക് വെച്ച് നന്നായിട്ട് അടച്ചിട്ട് മുറിച്ചിട്ട് എടുത്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്ത് ടേസ്റ്റാണെന്നറിയാമോ, വേറെ ഒന്നും വേണ്ട നമുക്ക്. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്തു.